Hi dears, welcome to my class. നമുക്ക് മെഷീൻ ഡ്രോയിങ്ങിലെ ഫോർത്ത് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരുന്ന ടോപ്പിക്സുകളൊന്ന് നോക്കാം. നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകൾ രണ്ട് ടൈപ്സ് ആണ് ഉണ്ടാവുക. ഒന്ന് ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്സ്, രണ്ടാമത്തത് എലമെൻ്ററി വെൽഡിംഗ് സിമ്പിൾസ്, ഇതൊരു ഭാഗവും രണ്ടാമത്തെ ഭാഗങ്ങളായിട്ട് ഡബിൾ ലൈൻ ഓർത്തോഗ്രാഫിക് സിമ്പിൾസ് ഫോർ പൈപ്പ് ഫിറ്റിങ്സ്, അതേപോലെ പൈപ്പ് ഫിറ്റിങ്സ് പോലെ തന്നെ അതിൻ്റെ വാൾവ്സിൻ്റെയും ഡബിൾ ലൈൻ ഓർത്തോഗ്രാഫിക് സിമ്പിൾസ് ഉണ്ടാവും. സിംഗിൾ ലൈൻ ഓർത്തോഗ്രാഫിക് സിമ്പിൾസ് ഫോർ പൈപ്പ് ഫിറ്റിങ്സ് ഉണ്ട്, അതേപോലെ സിംഗിൾ ലൈൻ ഓർത്തോഗ്രാഫിക് സിമ്പിൾസ് ഫോർ വാൾവ്സും ഉണ്ട്. അതേപോലെ നമുക്ക് വാട്ടർ പമ്പിന് ഇൻസ്റ്റാളേഷൻ്റെ, നമ്മൾക്കറിയാം നമ്മൾ വീട്ടിലൊക്കെ വാട്ടർ പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡെലിവറി സൈഡ് ഓഫ് വാട്ടർ പമ്പ് ഇൻസ്റ്റാളേഷൻ്റെ ഒരു പൈപ്പിംഗ് ലേഔട്ടും എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് എക്സാമിന് വരാറുണ്ട്. അതല്ലെങ്കിൽ വേറൊരു പൈപ്പിംഗ് ലേഔട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സിംഗിൾ ലൈനിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാമിന് വരാണ്. ഇതാണ് ഫോർത്ത് മൊഡ്യൂളിൻ്റെ ആകെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരു ഭാഗം പഠിച്ചാൽ തന്നെ ആ ഭാഗത്തു നിന്നുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും എളുപ്പമായിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിൻസും എലമെൻ്ററി വെൽഡിംഗ് സിമ്പിൾസുമാണ്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. നമ്മൾ സ്ക്വയർ ബട്ട് വെൽഡ്, സിംഗിൾ വി ബട്ട് വെൽഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് സീം വെൽഡ്, അങ്ങനെ താഴെ കുറേ സിമ്പിൾസ്, കുറേ ഫില്ലറ്റ് വെൽഡ്, ഇത് കണ്ടോ, ഫില്ലറ്റ് വെൽഡ്, സീം വെൽഡ്, സ്പോട്ട് വെൽഡ്, അതേപോലെ സിംഗിൾ യു ബട്ട് വെൽഡ്, സിംഗിൾ ജെ ബട്ട് വെൽഡ്, സിംഗിൾ വി ബട്ട് വെൽഡ്, ഇതിൻ്റെയൊക്കെ സിമ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, സിമ്പിൾസ് അതിന് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ എക്സാമിന് ഉണ്ടാകുന്ന ക്വസ്റ്റിന് ഡ്രോ അപ്രോപ്രിയേറ്റ് സിമ്പിൾസ് ഫോർ, അല്ലെങ്കിൽ ഡ്രോ എലമെൻ്ററി വെൽഡിംഗ് സിമ്പിൾസ് ഫോർ സ്ക്വയർ ബട്ട് വെൽഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, സിംഗിൾ വി ബട്ട് വെൽഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ ഒരു 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ആ 5 ക്വസ്റ്റ്യൻ്റെയും ഈ സിമ്പിൾസ് എന്ത് ചെയ്യണം, നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. അതായിരിക്കും എക്സാമിന് ഈ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേബിളുകൾ, ഈ 4 ടേബിളുകൾ നിങ്ങൾക്ക് കാണാം. ഈ ടേബിളിൽ നിന്നുള്ള ഈ സിമ്പിൾസുകൾ, അതായത് പ്രോപ്പറായിട്ടുള്ള ഓരോന്നിൻ്റെയും, പിന്നെ സീം വെൽഡ് എന്നാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ സീം വെൽഡ് നമ്മൾ റൗണ്ട് വരച്ചിട്ട് 2 പാരലൽ പ്ലെയിൻസ് അതിൻ്റെ പാരലൽ ലൈൻസ് അതിൻ്റെ സെൻറ്റർ കൂടി വരച്ച് വെക്കുന്നത്. സ്പോട്ട് വെൽഡ് ആണെന്നുണ്ടെങ്കിൽ വെറുതെ, സ്പോട്ട് വെൽഡ് ആണ് എന്നുണ്ടെങ്കിൽ വെറും ഒരു സർക്കിൾ വരച്ചു വെക്കുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യണം, സിമ്പിൾസ് ആണ്. ഈ സിമ്പിൾസ് നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കേണ്ട സാധനം ഈ റൗണ്ട് ചെയ്തിട്ടുള്ള സിമ്പിൾസ് ആണ്. ഇനി ഇതിൽ ടൈപ്സ് ഓഫ് വെൽഡിംഗ് ജോയിൻസുകളെ കുറിച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 5 ജോയിൻറ്റുകളെ വരച്ചു വെക്കാൻ, നമുക്ക് നേരത്തെ അവിടെ സിമ്പിൾസ് വരച്ചു വെക്കാനായിരുന്നു. ഇനി ഇങ്ങനെ ടൈപ്പ് ഓഫ് ജോയിൻസ് തന്നും, ബഡ് ജോയിൻറ്റ്, ലാബ് ജോയിൻറ്റ്, ടീ ജോയിൻറ്റ്, കോർണർ ജോയിൻറ്റ്, എഡ്ജ് ജോയിൻറ്റ്. ഇതിൽ ഒന്നുകിലും 3 അല്ലെങ്കിൽ 5 തന്നെ ആയിരിക്കും എക്സാമിന് വരാറുള്ളത്. അപ്പോൾ ബഡ് ജോയിൻറ്റ് നമുക്കറിയാം, 2 പ്ലേറ്റുകളെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, ബഡ് ജോയിൻറ്റ് കൊടുക്കും. ഇത് വെൽഡിങ്ങിൻ്റെ സിമ്പിളാണ്, ഇത് ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇത് 2 പ്ലേറ്റുകളാണ്. ഈ 2 പ്ലേറ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, ബഡ് ജോയിൻറ്റ് ചെയ്യും. ലാബ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിന് മേലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലാബ് ജോയിൻറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഇവിടെയും വെൽഡ് ചെയ്തു, ഇവിടെയും വെൽഡ് ചെയ്തു. ഈ 2 പ്ലേറ്റുകൾ എന്ത് ചെയ്യണം, ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ലാബ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ടീ ജോയിൻറ്റ്, അതേപോലെ കോർണർ ജോയിൻറ്റ്, അതേപോലെ എഡ്ജ് ജോയിൻറ്റ്. ഈ ജോയിൻറ്റുകളൊക്കെ എന്ത് ചെയ്യും, വെൽഡിങ്സിൻ്റെ ടൈപ്സ് ഓഫ് ജോയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഫോർത്ത് മൊഡ്യൂളിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ എലമെൻ്ററി വെൽഡിംഗ് സിമ്പിൾസ് എന്ന് വരാറുള്ളത്. അത് ഈ സിംഗിൾ ബട്ട് വെൽഡ്, സിംഗിൾ വി ബട്ട് വെൽഡ്, സിംഗിൾ ബെവൽ ബട്ട് വെൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറ്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രീവിയസ് ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് സ്ഥിരമായിട്ട് വന്ന ക്വസ്റ്റ്യൻസുകൾ എടുത്ത് എഴുതിയതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു 5 ഷുവർ ആയാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ താഴെയുള്ള വെൽഡഡ് ജോയിൻസ് ആയിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു പാർട്ടിൽ നിന്നുള്ള മൊഡ്യൂൾ 4ൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയും ആയിരിക്കും. ഇതിൻ്റെ സിമ്പിൾസ്, അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ജോയിൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 15 മാർക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊഡ്യൂളിന് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ എക്സാം പോയിന്റിൽ പഠിക്കാൻ പറ്റുന്ന ഭാഗം. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം കുറച്ചും കൂടി വൈഡാണ്. അവിടെയും ഇതേപോലെ തന്നെ നമുക്ക് സിമ്പിൾസുകളാണ് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ 90 ഡിഗ്രി പൈപ്പ് ഫിറ്റിങ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, എൽബോ അറിയാം, ടീ അറിയാം, റെക്റ്റാങ്കുലർ പിന്ന്, ക്രോസ്, അതേപോലെ നമുക്ക് എൻ ക്യാപ്പ്, ഇതൊക്കെ നമുക്കറിയാം. റെഡ്യൂസർ, ഇതൊക്കെ നമ്മൾ പൈപ്പ് ഫിറ്റിങ്സിൽ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾസ്, ഇത് ഡബിൾ ലൈൻ ഓർത്തോഗ്രാഫിക് സിമ്പിൾസ് ആണ്. ഇനി ഇതിൻ്റെ സിംഗിൾ ലൈൻ ഓർത്തോഗ്രാഫിക് സിമ്പിൾസ് ആണ് ഇപ്പുറത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അതിൽ 3 ടൈപ്പ് ഉണ്ട്, ഫ്ലാഞ്ചഡ് ഉണ്ട്, സ്ക്രൂഡ് ഉണ്ട്, വെൽഡഡ് ഉണ്ട്. ഇതിൽ ഏതാണോ ചോദിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും, വരച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഡബിൾ ലൈൻ ഓർത്തോഗ്രാഫിക് സിമ്പിൾസ് ഫോർ പൈപ്പ് ഫിറ്റിങ്സും സിംഗിൾ ലൈൻ ഓർത്തോഗ്രാഫി സിമ്പിൾസ് ഫോർ പൈപ്പ് ഫിറ്റിങ്സ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്.
ഇനി അത് കഴിഞ്ഞിട്ട് ഡബിൾ ലൈൻ ഓർത്തോഗ്രാഫിക് സിമ്പിൾസ് ഫോർ വാൾസുകൾ നമുക്കറിയാം. ഗേറ്റ് വാൾവ്, ഗ്ലോബ് വാൾവ്, ചെക്ക് വാൾവ്, ഇങ്ങനെയുള്ള വാൾസുകൾ, ആംഗിൾ വാൾവ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡബിൾ ലൈൻ ഓർത്തോഗ്രാഫിക് സിമ്പിൾ ചോദിക്കാറുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഐദർ ഡബിൾ ലൈൻ ആയിരിക്കും, ഇല്ലെങ്കിൽ സിംഗിൾ ലൈൻ ഓർത്തോഗ്രാഫിക് സിമ്പിൾസ് ആയിരിക്കും ചോദിക്കാറുള്ളത്. ഓക്കെ, അതും ഞാനിവിടെ നോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. ഇനി ഈ ഭാഗത്തു നിന്ന് വേറെ ക്വസ്റ്റ്യനും കൂടി വരാറുണ്ട്. വാട്ടർ പമ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ, അതായത് നമ്മൾ വീട്ടിലെ വാട്ടർ പമ്പ്, നമുക്ക് ഈ കാണുന്നത് വാട്ടർ പമ്പിൽ നിന്ന് നമ്മൾ മോട്ടോർ യൂസ് ചെയ്ത് വെള്ളം എന്ത് ചെയ്യാണ്, മേലോട്ട് എത്തിക്കുകയാണ്. ആ മേലോട്ട് എത്തിക്കുന്നത് കണക്ഷന്, അതായത് കപ്ലിങ് തൊട്ടിട്ട് മേലോട്ട് കാണുന്നത്, നമുക്ക് ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗേറ്റ് വാൾവും ഒരു ഗ്ലോബ് വാൾവും ഒരു പ്രൈമിങ് കപ്പും പിന്നെ എൽബോയും ടീയും ഒക്കെ ഇതിൽ കാണാം. ഇതെന്ത് ചെയ്ത് കൊടുക്കാൻ, സിംഗിൾ ലൈൻ ഓർത്തോഗ്രാഫിക് ലേഔട്ടായിട്ട് നമുക്ക് വരച്ചു വെക്കാൻ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, അതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കാണാം. ഈ വരച്ചു വെച്ചിട്ടുള്ളത് ടി ആണ്, ഈ കാണുന്നത് ടി ആണ്, ഇത് ഗേറ്റ് വാൾവാണ്, ഇപ്പുറത്ത് ഗ്ലോബ് വാൾവ്. ഇതിൻ്റെ സിമ്പിൾ നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. ഇത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് എൽബോ ആണ്. ഇതെന്ത് ചെയ്ത് കൊടുക്കുക, ഇത് നമ്മൾ പ്രോപ്പർ ഡയമെൻഷൻ എടുത്തുകൊണ്ട്, നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ വരച്ചു കൊടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യനും എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് വരാറുണ്ട്. എളുപ്പമാണ്. നമുക്ക് ഈ സിമ്പിൾസ് മാത്രം അറിഞ്ഞാൽ മതി. ഈ സിമ്പിൾസ് അറിയുമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഇതല്ല, വേറെ പൈപ്പ് ഫിറ്റിങ്സും തരാറുണ്ട്. നമുക്ക് വാട്ടർ പമ്പിന് ഇൻസ്റ്റാളേഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും സാധാ പൈപ്പ് ഫിറ്റിങ്സ് തരാറുണ്ട്. ആ പൈപ്പ് ഫിറ്റിങ്സിലും വാൾവുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ ആ പൈപ്പിംഗ് ലേഔട്ടിൽ ആ വാൾവുകൾക്ക് കറക്റ്റായിട്ടുള്ള സിംഗിൾ ലൈൻ്റെ സിമ്പിൾസ്, പിന്നെ വാൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംഗിൾ ലൈൻ്റെ സിമ്പിൾസ് വരച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് 4th മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഈ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ആദ്യം വരുന്ന ഈ ഒരു എളുപ്പത്തിലുള്ള ഈ പാട്ടുകൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും ഇതിനനുസരിച്ചിട്ട് അവർക്ക് ആപ്റ്റായിട്ട് ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ളത് നോക്കിയിട്ട് പഠിക്കുക, എക്സാം മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഇതാണ് 4th മൊഡ്യൂളിന് തൊട്ടിട്ട് മെഷീൻ ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. കറക്റ്റായിട്ട് പഠിക്കുക, എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക് യു.